പ്രിയപ്പെട്ടവരെ, പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴയിൽ ചെയ്തൊരു വർക്കിന്റെ വീഡിയോ ആണ്. ഡ്രൈവേയിൽ നമ്മൾ താണ്ടൂർ സ്റ്റോണിന്റെ കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാ ഭാഗത്തും വിരിച്ചു. പിന്നെ മുറ്റത്താണെങ്കിൽ മുറ്റത്തോട്ട് ചെല്ലുന്ന വീടിനോട് അടുത്ത ഭാഗങ്ങളിലൊക്കെ നമ്മൾ സിംഗിൾ ലൈനായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചു. പിന്നെ കുറച്ച് ലോൺ ഏരിയയിൽ നമ്മൾ പേൾ ഗ്രാസും കുറച്ച് ചെടികളൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ആ വീഡിയോ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഇതാണ് ആ വീട്. പാലക്കാട് ജില്ലയിലെ കാഞ്ഞിരപ്പുഴ ഡാമിനടുത്തുള്ള ഒരു വീടാണ്. അബ്ദുറഹ്മാൻ എന്ന ആളുടെ പേര്, അദ്ദേഹത്തിൻ്റെ വീടാണ്. ഗൾഫിൽ നിന്ന് ഒരു 2 മാസം മുൻപൊക്കെ എന്നോട് മെസ്സേജ് അയച്ച് നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളും കൊട്ടേഷനൊക്കെ കൊടുത്ത് ഉറപ്പിച്ച കാര്യമാണ്. ആ പുള്ളി വരുന്ന സമയത്ത് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റോണുകളൊക്കെ എത്തി. ഒരു 1900 സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഞങ്ങൾ ആദ്യം അളവെടുത്തത്. പിന്നെ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലായിട്ട് വന്നു. അപ്പോൾ കുറച്ച് 2000 സ്ക്വയർ ഫീറ്റ് മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ ഡ്രൈവേ കംപ്ലീറ്റ് ഗ്രാസ് പറഞ്ഞാൽ 4 ഭാഗത്തും ഗ്രാസ് വിരിച്ചു. അതുപോലെ മുറ്റത്തിന് നമ്മൾ സിറ്റ് ഔട്ടിനോട് ചേർന്നുള്ള ഭാഗത്തൊക്കെ സിംഗിൾ ലൈനായിട്ട് വീതിയിൽ പുല്ല് വിരിച്ചു. അത് ആർട്ടിഫിഷ്യൽ ഗ്രാസാണ് വിരിച്ച്, 35 mm ഗ്രാസാണ് വിരിച്ച്. താണ്ടൂർ സ്റ്റോൺ 50 mm ആണ് ഇവിടെ വെച്ചത്. പിന്നെ ഇവിടെ കംപ്ലീറ്റ് കല്ലും 2x2 അല്ല. നമ്മൾ ഈ ഡ്രൈവേയിൽ നമ്മളിട്ടത് 2x1.5 ആണ്. ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തത്, അതായത് വീടിനോട് ചാർന്നിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ 2x2 ആണ്. അതും 45 to 50 mm ആണ്. നല്ല കനമുള്ള കല്ലായിരുന്നു. പിന്നെ കുറച്ച് ലോൺ ഏരിയകൾ ഒഴിച്ചിട്ടുണ്ട് ഇവിടെ. ലോൺ ഏരിയകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 200 സംതിങ് സ്ക്വയർ ഫീറ്റ് പേൾ ഗ്രാസും കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തു. പല കസ്റ്റമേഴ്സും വർക്കുകൾ നിങ്ങളുടെ മോഡൽ ഫോട്ടോസുകളൊക്കെ തരാൻ പറയാറുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോകൾ ചില വീട് ഇപ്പോൾ ഒരു 2-3 വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു വീഡിയോ എങ്കിലും ചെയ്യും. അതിൽ ഡിഫറൻറ്റ് എന്തെങ്കിലും വേണം. അപ്പോൾ ഓരോ മോഡൽ വീടുകൾ ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ രൂപത്തിൽ എൻ്റെ മുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും. അപ്പോൾ അവരാ ലിങ്ക് എനിക്ക് വിട്ടുതരും. ലിങ്ക് വിട്ടതിന് ശേഷം പറയും ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാവും, അപ്പോൾ എന്താണെന്ന് ചോദിച്ച് കോസ്റ്റൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഇങ്ങനെ ഡിഫറൻ്റായി നിങ്ങൾക്ക് വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ ഇട്ട് തരുന്നത് കേട്ടോ. രാത്രിയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു കേട്ടോ. രാത്രിയിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് വിരിച്ചിരുന്നു. എന്നിട്ടും കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കല്ല് ഷോർട്ട് വന്നിരുന്നു ഇവിടെ. അപ്പോൾ വീണ്ടും ഞങ്ങൾ കല്ലെടുത്തും. അങ്ങനെ കല്ലെടുത്ത് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്തതിന് ശേഷം രാവും പകലും കഷ്ടപ്പെട്ട് ആ മനോഹരമായ വീടിൻ്റെ വർക്കുകൾ ഇതുപോലെ കംപ്ലീറ്റ് ആയി. പോർച്ചിൽ നമ്മൾ ഗ്രാസ് ഒന്നും വിരിച്ചിട്ടില്ല. ഇതുപോലെ സിംഗിൾ ലൈൻ ഈ ഭാഗത്തും ഡ്രൈവേയിൽ നമ്മൾ 4 ഭാഗത്തും പുല്ല് വിരിച്ചാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എൻ്റെ ഈ ഒരു വർക്കിംഗ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റുള്ള ക്ലിപ്സ് ഒന്ന് നോക്കുക. അത് അവർ തന്നെ എനിക്ക് അയച്ചു തന്നതാണ്. നമ്മൾ പുല്ല് വെക്കുന്ന സമയമാണ് കേട്ടോ. നല്ല രീതിയിൽ വാട്ടർ ലെവൽ വെച്ച് ഇത് ഫംഗീസൈഡ് അടിച്ച് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം വളരെ പ്രൊഫഷണലായിട്ട് അറിയാവുന്ന ലേബേഴ്സിനെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അവസാനം ഇതുപോലെ ആയി. എങ്ങനെയുണ്ട് നോക്കൂ. അപ്പോൾ ഇച്ചിരി മഴയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് അവർ വീഡിയോ എടുത്തത്. അത് അവർ നനച്ചതിന് ശേഷം അറിയില്ല, രാവിലെയാണ് ഈ വീഡിയോ എനിക്ക് അയച്ചത്. അപ്പോൾ ഈ താണ്ടൂർ സ്റ്റോൺ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആവും. എന്തായാലും ശരിക്കുള്ള കളർ എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഗ്രേ കളറാണ്. അതുപോലെയാണ് നമ്മുടെ വർക്ക്. നിങ്ങളുടെ മുറ്റവും മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ബന്ധപ്പെടുക. എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വിളിക്കാൻ മറക്കണ്ട.